മിക്സ് എക്സ്പീരിയൻസ് സാധനമാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും കണ്ടിരിക്കേണ്ട ഐറ്റമാണ്. 50 കരകളിൽ നിന്ന് 200+ കലകൾ, 50 കരകളിൽ നിന്ന് 200+ കാളകളാണ് വരുന്നത്. 7 ഫ്ലോർ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉള്ള തൊട്ട് അരിമണിയുടെ അത്ര ഉള്ളത്, പിന്നെ ഗോൾഡിൽ പണിഞ്ഞതും സിൽവറിൽ പണിഞ്ഞതും ആകെ പറ്റുന്ന ഒക്ടോബർ 3 ലോകത്തിലെ ഏറ്റവും വലിയ കാളകെട്ട് മഹോത്സവം, കേരളത്തിലെ തന്നെ 7 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റാ. അതന്നെ ഏറ്റവും വലിയ 72 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടുകാളയുടെ വേൾഡ് റെക്കോർഡുള്ള കാലഭൈരവനിൽ തുടങ്ങി 7 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഏറ്റവും ചെറിയ കെട്ടുകാഴ്ചയുടെ റെക്കോർഡ് വരെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ ക്ഷേത്രത്തിലെ 28ാം ഓണാഘോഷം, 52 കരകളിൽ നിന്നുള്ള കെട്ടുത്സവങ്ങൾ കൂടാതെ 100-ലധികം കെട്ടുകാളകൾ, ഓണാട്ടുകരയുടെ ഒരു വർഷത്തെ കാത്തിരിപ്പും, മധ്യ തിരുവിതാംകൂർ കണ്ട ഏറ്റവും വലിയ ഉത്സവ കാഴ്ച, പറഞ്ഞാൽ തീരാത്ത അത്രയും പ്രത്യേകതകളുള്ള ഓണാട്ടുകരയുടെ പൂരം. മലയാളികൾക്ക് എന്നും ആഘോഷം ഓണമാണെങ്കിലും ഓണാട്ടുകരക്കാരുടെ ആഘോഷം അത് എന്നും 28ാം ഓണം തന്നെയാണ്. ഈ വർഷത്തെ എന്ത് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? നോക്കട്ടെ, കാണാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും കാണാം. You have to grow up to realize this food cooked by your home is the real luxury. ഇതിന് ഗ്രോ അപ്പ് ആകുമ്പോഴല്ല ഇത് ശരിക്കും ഇത് മനസ്സിലാവണേ. എപ്പോഴാണെന്നറിയാവോ? ഒന്നെങ്കിൽ പഠിക്കാൻ ദൂരത്തുള്ള എവിടെയെങ്കിലും ഒരു ഹോസ്റ്റലിൽ പോകുമ്പോ, അല്ലെങ്കിൽ പ്രവാസിയായിട്ട് പുറത്തു പോകുമ്പോ. ഈ രണ്ട് സമയത്താണ് നമുക്ക് വീട്ടിൽ നിന്ന് മാറിയിരിക്കണ സമയത്തായിരിക്കും ഇതിന്റെ വില അറിയണം. എന്റെ പൊന്നോ, ഇപ്പോഴും ഞാൻ പറയാം, പഠിക്കണ സമയത്ത് ഹോസ്റ്റലിലായിരുന്നു വിഷമമായിരുന്നു. ഇടയ്ക്ക് ഇപ്പൊ ദുബായിലായിരുന്ന സമയത്ത് ദുബായിൽ. ഇപ്പം ഞാനിപ്പോ ഓണം കഴിയുമ്പോ ഇപ്പൊ എനിക്ക് വീണ്ടും തിരിച്ചു പോകുമ്പോൾ ഞാൻ ഈ വീണ്ടും അവസ്ഥയാവും. വീട്ടിലിരിക്കുമ്പോ വീട്ടിലുള്ള ഫുഡ് കഴിച്ചില്ല. വീട്ടിലിരിക്കുമ്പോ ഹോട്ടലിൽ പോണം. വീട്ടിലിരിക്കുമ്പോ ഹോട്ടലിൽ പോയേ പറ്റുള്ളൂ എനിക്ക്. വീട്ടിലിരിക്കുമ്പോ ഹോട്ടലിൽ പോണം, KFC തിന്നണം, ഷവർമ തിന്നണം. പക്ഷെ 2 ദിവസം മാറി നോക്ക്. ഇപ്പൊ വീട്ടിലുള്ള ഫുഡ് വേണം. ബാംഗ്ലൂര് പഠിക്കണ സമയത്തെ കഴിച്ചു നമ്മുടെ PGയില് രാത്രിയില് ലെമൺ റൈസ് ഒന്നും പരിപ്പ് കറിയൊന്നും പറഞ്ഞൊരു അപ്പി തരുമായിരുന്നു. ലെമൺ റൈസും പരിപ്പ് കറി. ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുവേ. എനിക്കിപ്പോഴും ആ റൈസ് ട്രോമയാ. എനിക്ക് ആ റൈസ് ഇപ്പോഴും ട്രോമയാ, സത്യം പറയാലോ. ഞാനിപ്പോ വേറെ ഫുഡ് കഴിക്കുന്നുണ്ട്, അത് പുച്ഛിക്കുമെന്ന് പറയുമല്ല കേട്ടോ. ആ സമയത്തില്ലേ, അത് ഞാൻ കഴിച്ചിറക്കിയ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അയ്യോ എന്റെ പൊന്നോ, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് എനിക്ക്. അതിന് പിന്നെ മറ്റേ വലിയ നീളമുള്ള റൈസിന് എന്തോടാ പറയണം, നമ്മുടെ നാട്ടിലെ റൈസ് അല്ലാതെ ഈ വെളി നോർത്ത് ഇന്ത്യയിലെ ബസ്മതി റൈസ് അതെനിക്കിപ്പോ കഴിക്കാൻ പറ്റൂല. എനിക്ക് അന്ന് ട്രോമ ആയതാണത്. അതിനിപ്പോ എനിക്ക് കഴിക്കാനേ പറ്റത്തില്ല. അത് എത്ര നന്നായിട്ട് വീട്ടിലുണ്ടാക്കിയാലും എനിക്കത് കഴിക്കാൻ പറ്റൂല. She experienced 4 different emotions in less than 1 minute. Ummadığında bir güneş parlar bazen. Gitti derken her şeyinden gitti derken sabrettim ben. Tam o anda ummadığında bir güneş parlar bazen. Hayat şaşırtır hep zaten. Ben gittim öyle. ഞാനൊക്കെ എപ്പോഴേ ഞാനായിരുന്ന പെട്ടെങ്കിൽ ഞാൻ അവനെ എപ്പോഴും റിജക്ട് ചെയ്തേനെ സ്പോട്ടില്. പിന്നല്ലാതെ bro please come with me bro. I am YouTuber, I need 20 kill, so don't kill bot bro. I have one challenge, okay? Please answer and hear everyone. Please train on your mic. Please mark bot, okay bro? Because I have one challenge bro, 20 kill challenge. Please train on your mic. I will send you GPay for rupees, okay? Everyone please train on your mic bro. Please train on your okay bro. Please check my channel also bro. Please check my channel also, okay? Bro channel bro, Sai Copy bro, Sai Copy. So both mark kar do. I have 10k challenge, 20 kill is equal to 10k. Okay, I will send you 1k in GPay. Please check my channel, okay? 1k in GPay. എടാ എന്തൊക്കെ പറഞ്ഞല്ലോ, ട്രെയിൻ യുവർ മൈക്ക്, അതെന്താ പറഞ്ഞേ? Turn your mic, turn your mic on. എടാ എന്തിനാണ് ലാംഗ്വേജ് എന്തിനാ ഉപയോഗിക്കണേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് അവര് മനസ്സിലായി, അതാണ് അത്രയും മതി. അല്ലാതെ ഗ്രാമറൊക്കെയാണോ വേണ്ടത്? പിന്നെ കാര്യം അത്ര മനസ്സിലായത്. എവിടെ പോലും ജീവിക്കും നമ്മളെ മലയാളികൾ, മനസ്സിലായ? അത്രയും മതി. അണ്ണാ ദേവൂട്ടിന് വാങ്ങി കൊടുക്കാനാന്ന് പറഞ്ഞ അണ്ണൻ ന്യൂസ് ആക്കിക്കോ. ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ട് തിരിച്ചതിന് ശേഷം അങ്ങോട്ട് കോരുക.
പിള്ളേരെ പേരും പറഞ്ഞ് അപ്പന്മാരൊക്കെ പെട്ടെന്ന് മേടിച്ചു പോണം കേട്ടോ. കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു 2 ടേൺസ് വരെയൊക്കെ ഇത് മേടിച്ചാ ഞാൻ ദേവട്ടന് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു ലോറി കൊണ്ടുവരാളിയാ ഞാൻ. റിമോട്ട് കൺട്രോൾ എനിക്ക് കാർ ലോറി ലോറി അല്ല, കൊണ്ടുവരാം. എനിക്ക് ബുൾഡോസർ വേണം. അതന്നെ ഇതെടുത്ത് ബുൾഡോസറാ. ആ JCB. JCB വേണം. നമുക്കിത് കറക്കാൻ പറ്റും കേട്ടോ. ഈ ഫുൾ ബോഡി നമുക്ക് ആസിക്കകത്ത് തന്നെ നമുക്ക് കറക്കി എടുക്കാം. നമുക്ക് മെറ്റൽ ബക്കറ്റ് ആണ് കേട്ടോ. ഇത് മെറ്റൽ ബക്കറ്റ് ആണ്. നമുക്ക് ഉണക്കാൻ ഉണ്ടാവും. ഒരു റിയൽ എഞ്ചിൻ പോലൊക്കെ നമുക്ക് ഫിൽ ചെയ്ത് ഓഫാക്കുകയും ചെയ്യാം. അല്ല വണ്ടി നമുക്ക് തള്ളി നീക്കാം. ഒരു ഒറിജിനൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് നമ്മുടെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷെ ടോയ് ഗ്രേഡ് ആണെന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ലൈറ്റ്സ് ഓൺ ആക്കാം. എനിക്ക് ഉറപ്പാ ദേവട്ടന് ഇത് വേണം. അതന്നെ അളിയാ. ഇത് ദേവട്ടന് വേണം. എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാ. ഇത് ദേവട്ടന് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടളിയാ. ഇതിനൊക്കെ എത്ര രൂപയാവും ഗൈസ്? ഓഫാക്കുകയും ചെയ്യാം. അതുപോലെ എഞ്ചിൻ സൗണ്ട് ഓഫ് 5000 5000 രൂപയ്ക്കൊന്നും ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല മോനെ. 5000 രൂപയ്ക്കാ? 5000 രൂപയ്ക്കൊന്നും ഇത് കിട്ടൂല ഇതൊന്നും. വിഷയം തന്നെ കേട്ടോ. മെറ്റൽ എടാ, ഒരു മെറ്റൽ സ്റ്റീൽ കാർ ചെറുതിന് തന്നെ എന്തൊരു വിലയായിരിക്കും. ഇതൊക്കെ 5000 രൂപയ്ക്കൊന്നും കിട്ടൂല. 10 to 20K. എല്ലാ ആംഗിളിലേക്കും നമുക്കിത് ഓടിക്കാൻ പറ്റും കേട്ടോ. അതാ ഉണ്ടോ, ഇതിന്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പവർ ആണ് ഈ വണ്ടി. എത്ര കാറടാ പുള്ളിയുടെ ബാക്കിൽ ഇരിക്കണേ നോക്ക്. ടേബിൾ വലിച്ചോണ്ട് പോകുന്നുണ്ടോ? നമുക്ക് ഫ്രണ്ട് ടേബിൾ ആണെന്ന് വലിച്ചോണ്ട് പോണം. ഞാനോർത്ത് പുള്ളി വിരൽ വെച്ച് ഇതുണ്ട് നോക്ക്. ഇതിന്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് പുള്ളി അവിടെ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു നിർത്തുക. അപ്പൊ തറയിലിരിക്കുന്ന സർഫസ് ടേബിൾ ആണത് വലിച്ചു നീക്കണം. നോക്കിയോ, നല്ല പവർ ആണ് ഈ വണ്ടി. ഇതുണ്ടോ, നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവിൽ ഓടിക്കാം. പിന്നെ ഫുൾ ടൈപ്പ് 4 വീൽ ഡ്രൈവിൽ ഓടിക്കാം. പിന്നെ നമുക്ക് റിയർ വീൽ ഡ്രൈവിൽ ഓടിക്കാം. ഗൈസ്, ഇതാണ് റലാലോന്റെ MK-07 1/7 സ്കെയില്. ഒരു ഭീകര സാധനമാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിഫറൻഷ്യൽ ലോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ലോക്കേഴ്സ് ടയർ ഞാൻ ഫ്രണ്ടിൽ കുത്തിയുണ്ടോ, ആ ടയർ മാത്രം കറങ്ങുന്നുണ്ടോ. സോ നമ്മൾ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്കർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നീ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്താൻ നോക്കിയാലും സൈസ് കണ്ടാടാ അതിന്റെ. അളിയ 1 lakh ചുമ്മാ ഒരു രക്ഷയില്ല. ഹൈയും ലോയും ആയിട്ടുള്ള ഒരു 2 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്തുള്ള. ഒരു ലോഡ് ലൈറ്റ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. 70,000 to 80,000 ആണ് ഇവന്റെ പ്രൈസ്. 70,000 തൊട്ട് 80,000 രൂപ വരെയാണ് ഇതിന്റെ പ്രൈസ്. ഒന്ന് അളിയൊരു സ്കൂട്ടർ വാങ്ങിക്കാം. ഈ ആ പൈസയൊക്കെ ഉണ്ടെങ്കിൽ സുന്ദരിനെ പണിയാം. സ്കൂട്ടർ വാങ്ങിക്കാളിയാ. ചെറിയ ഇതിന്റെ ഒരു power ഞാൻ ഇപ്പൊ എത്ര റേറ്റ് എന്ന്. ഇത് ദേവട്ടന് ഇഷ്ടപ്പെടും. ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. ഡൗൺലോഡ് ആക്കി. ഇപ്പൊ 5 മാസമല്ല ആയുള്ളൂ. 6 മാസമൊക്കെ ആവുമ്പോ ഇഷ്ടപ്പെടും ഉറപ്പാ. 1 മാസം കഴിഞ്ഞാൽ അവൻ എന്തായാലും ഇഷ്ടപ്പെടും. ഉറപ്പ്. ദേവട്ട അവന്റെ മേളിലിരിക്കും. നമ്മൾ ഓട്ടിക്കും. ഏത് അടിപൊളിയായിട്ട്. 13 വയസ്സായ 13 വയസ്സുള്ള കുട്ടി രക്ഷിതാക്കളോട് ദേഷ്യപ്പെടും. കാരണം ഇത് കുട്ടി നിങ്ങളെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആണ് നിങ്ങൾ അവന് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. അതുവരെ കുട്ടികള് അച്ഛന്റെ അമ്മേനെ ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അറ്റൻഷൻ സീക്കിംഗ് ഒക്കെയാണ്. 13 വയസ്സാകുമ്പോൾ അവന്റെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വന്ന് അവനൊരു വ്യക്തിത്വം വരും. അപ്പൊ അവന് മനസ്സിലാവും ഇനി ഇവരെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന്. അവൻ അവന്റെ പ്രകൃതം കാണിക്കും. അവന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കും. അവന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കും. അത്രയും കാലം മക്കളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാതെ അല്ലെ കാണാത്തൊരു അമ്മ അത് കാണുമ്പോൾ ആകെ തകർന്നു പോകും. അപ്പോഴാണ് അവർ കുട്ടിക്ക് കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ അങ്ങനെ വരുന്ന 99% കേസുകളിലും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരാറ് പാരന്റ്സിനാണ്.
13ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ അപ്പയോടും പപ്പയോടും മമ്മിയോട് ഞാൻ ഇത് ചിലപ്പോ മേ ബി സയന്റിഫിക്കലി ഇവര് ചിലപ്പോ പ്രൂവണോ വല്ലതും ആയിരിക്കും എനിക്ക് അറിയണം. പക്ഷെ 13ാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ പപ്പയോടും മമ്മിയോടൊക്കെ ചൂടാവാനും ദേഷ്യപ്പെടാനും പേടിയായിരുന്നു സത്യമായിട്ടും. ഒറ്റ ചവിട്ട്. പിന്നെ എന്നെ അടിച്ച് തെറിപ്പിക്കൂലേ, ഒരു സംശയമില്ല. എന്നെ അറിയൂലേ വീട്ടില്. അത് എനിക്ക് പേടിയായിരുന്നു. ഞാൻ എന്റെ കാര്യം പറയണേ, എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല. പിന്നെ എന്റെ കൊച്ചിന് 13 വയസ്സായിട്ടില്ല, 5 മാസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞ് വളർന്നു വന്ന് 13 വയസ്സാകുമ്പോൾ ഞാൻ എന്റെ അച്ഛൻ എന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് തരാം. മോനായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ 13ാമത്തെ വയസ്സിൽ എന്റെ അച്ഛനോട് അമ്മയോട് ചൂടാവില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ദേഷ്യം കാണിക്കുകയൊന്നും ഇല്ലായിരുന്നു. അവകാശങ്ങളാ. ഈ പെൺകുട്ടികൾ വലിയ കുട്ടിയായാൽ നമുക്ക് അറിയാൻ സംവിധാനമുണ്ട്, അവര് ഋതുവാവും. ആൺകുട്ടികൾ വലിയ കുട്ടിയായോ എന്നറിയാൻ ആകെയുള്ള വഴി ഈ ദേഷ്യം പിടിക്കുക, ശബ്ദത്തില് കുറച്ചുകൂടി സ്വാതന്ത്ര്യം വരിക, ഞാൻ എന്റേത് എന്നുള്ളത് കുറച്ചുകൂടി ഉറപ്പിച്ച് പറയാം, ഫ്രണ്ട്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക, ഉപദേശം ഇഷ്ടമില്ലാതാവുക. ഇതൊക്കെ അവരുടെ ഒരു വളർച്ചയായിട്ടാണ് കണ്ടത്. അതിലൊരെണ്ണം ശരിയാണ് കേട്ടോ, ഉപദേശം ഇഷ്ടമല്ലാതാവുക. അതെനിക്ക് അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ കുട്ടികൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഉടനെ നിങ്ങൾ പാൽപ്പായസം അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അടുത്ത വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കുക. കാരണം എന്റെ വീട്ടിൽ പെൺകുട്ടി വലിയ കുട്ടിയായാൽ ഞാൻ ആഘോഷിക്കുന്നത് പോലെ ആൺകുട്ടികൾ വലിയ കുട്ടിയായെന്നുള്ള ലക്ഷണമാണത്. അത് ആഘോഷിക്കുകയാണ് വേണ്ടത്. അവനെ ഒരു വലിയ വ്യക്തിയായി കണക്കാക്കണം എന്നാണ്. അന്ന് മുതൽ കുട്ടികളോട് പെരുമാറുന്ന രീതി ഇപ്പം ഞാനിപ്പോ എന്റെ എക്സാമ്പിൾ പറയാം. ഇതുപോലെ ഇപ്പൊ ഞാനിപ്പോ എന്റെ 13ാമത്തെ വയസ്സിൽ ഇങ്ങനെ പപ്പയുടെ അടുത്ത് ഇങ്ങനെ ചൂടായിരുന്നെങ്കിൽ പാൽപ്പായസം അല്ല ഇഡലി സാമ്പാറും ഉണ്ടാവും എന്റെ വീട്ടിൽ. അതും മരണാന്തര ചടങ്ങ് കഴിഞ്ഞിട്ടുള്ള 7ാമത്തെ ദിവസമല്ലേ, ആ 16ാമത്തെ ദിവസത്തില് എന്റെ വീട്ടില് ഇഡലിയും സാമ്പാറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാട്ടുകാർക്ക് കഴിക്കാൻ. അത് 100%. അതിൽ ആ കാര്യത്തില് അത് സത്യമാണ്. എടാ ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു 3-4 വർഷമായിട്ട് കുടുംബം നോക്കണത് ഞാനാണ്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഡിസിഷനോ കാര്യങ്ങളോ മമ്മിയോട് പറഞ്ഞോണ്ടിരിക്കുമ്പോ പപ്പ അതുവഴി പോയാൽ എന്റെ ശബ്ദം താഴും. ഞാൻ സത്യമായിട്ട് പറയണേ, എനിക്ക് പേടി അങ്ങേരെ ഇപ്പോഴും. എനിക്ക് പറയാൻ ഒരു മടിയില്ലടാ. എന്നെ അങ്ങേരെ ആയ കാലത്ത് മറ്റേ അങ്ങേരെ എനിക്ക് അങ്ങനെ കണ്ടാൽ തന്നെ ഞാൻ എന്റെ എല്ലാം ഇതാവുമായിരുന്നു. ഇപ്പോഴും ഞാനിങ്ങനെ മമ്മിയെടുത്ത് മമ്മി അത് ചെയ്യണ്ട, ഇത് ഇങ്ങനെ ചെയ്താ മറ്റേ ഭീഷ്മയിലെ സീൻ കണക്ക് സമയമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൈയൊക്കെ അടിച്ച് ഞാനിങ്ങനെ മേളിൽ പോരും. മനസ്സിലായി? ഇതാണ് ഞാൻ എന്റെ കാര്യം ഓണസ്റ്റായിട്ട് പറയണേ. ഇതാണ് അത് എനിക്ക് ഈ പറഞ്ഞ സാധനം എന്റെ ഇതിനകത്ത് അങ്ങനെ വന്നിട്ടില്ല. സത്യമായിട്ട് പറയാലോ, പറയാതിരിക്കാൻ വയ്യ. അണ്ണാ ബാബു, അച്ഛനില്ലാത്ത കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരായിരിക്കും നിന്നെ പോലെ. തമാശയാ. അപ്പൊ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടികൾ അതിനേക്കാൾ മിടുക്കന്മാരായിരിക്കും അല്ലെ നിങ്ങളെ പോലെ. അതെന്തൊരു ഡബ്ബല്ലേ, ആ ഡബ്ബ് സൗണ്ട് കേട്ടോ നിങ്ങള്? അയ്യോ, കമലഹാസന് ഡബ് ചെയ്തേക്കുന്ന സൗണ്ട്. അപ്പൊ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടികൾ അതിനേക്കാൾ മിടുക്കന്മാരായിരിക്കും അല്ലെ നിങ്ങളെ പോലെ. എന്തൊക്കെ സാധനങ്ങൾ കാണണം ദൈവമേ, ഒരു ദിവസം പോണമെങ്കിൽ. റിയലി എൻജോയ്ഡ് യുവർ RP ഓസം. റിയലി RP ലൈഫ് റിയൽ ലൈഫ്. റിയാക്ഷൻ മാത്രം ചെയ്തിരുന്നു സബ് കൂട്ടുന്ന സേച്ചിമാരി ലൈവ് കാണണം. പ്രശ്നമായല്ലോ അത്. അവർക്ക് വിഷമാവൂല എത്ര നാളുണ്ട് ലൈവ് ചെയ്യണത്. അമൽ ടൂറ്റൂടെ അവനിവിടെ കണ്ട കിക്ക് ചെയ്തേക്കണേട്ടാ. ഇവര് അടിപൊളിയായിട്ട് RP ചുമ്മാ പറഞ്ഞേട്ടാ. അവളിപ്പോ റെഗുലർ ആയിട്ട് RP കളിക്കണ കൊച്ചാണ് നമ്മുടെ റൈറ്റ് ബോക്സ്. സത്യമായിട്ട് കീരിയാണെങ്കിലും ഈ കൊച്ചാണേലും നന്നായിട്ട് RP കളിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഫ്രീ ആയി കഴിയുമ്പോൾ ഡൈന ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയുണ്ട്, റാഷ, നമ്മുടെ സെർവർ കളിക്കുന്നത് പുള്ളിക്കാരി. ഇന്നൊരു RP ഇട്ടുണ്ട്, നിങ്ങളൊന്ന് ഫ്രീ ആകുമ്പോ കണ്ടു നോക്കണം കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ ചേക്കുന്ന ചെയ്തേക്കുന്ന RP നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. സമാധാനിപ്പിക്കും. മോളെന്തിനാണ് വിഷമിക്കുന്നത്? ഒന്നുമില്ല. ടർഫ് പ്ലാൻ ചെയ്യാൻ വിളിച്ചിട്ട് 2 ദിവസമായിട്ട് ആളെ സത്യം മോളുടെ വിഷമം തിരക്കാൻ വേണ്ടിട്ട് പുള്ളി സിറ്റി ആക്റ്റീവ്. ഞാൻ ഇതിനെ വിളിച്ചപ്പോ സെർവറിന്റെ കാര്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു തോന്നുന്നു പുള്ളി 2 ദിവസമായിട്ട് സെർവറെല്ലാം ചെയ്തോണ്ടിരിക്കണേ. മോൾ എന്തിനാ വിഷമിക്കണേ? ഇത് എന്റെ സിനിമാറ്റിക്സിൽ പുള്ളി എന്നോട് പറഞ്ഞ ഡയലോഗാണ്, മനസ്സിലായ? പറയുന്നത് ഞാൻ ഇവിടുത്തെ എനിക്കൊന്ന് കാണിച്ചു തരാൻ പോലും പറഞ്ഞിട്ട് അവര് കാണിച്ചു തന്നില്ല. അവസാനം അവര് കാണിച്ചു തരാന്ന് പറഞ്ഞു. എനിക്ക് ദൂരത്തുനിന്നെങ്കിലും ഒന്ന് കണ്ടാ മതി.
സിറ്റിയിൽ അറിഞ്ഞില്ലേ ആള് ക്യാരക്ടർ എന്റെ ആക്കി പോയി. ഇവര് കൊറേ മരണമുണ്ട് കേട്ടോ സിറ്റിയില്. എന്തിനാ കരയുന്നത്? ഇയാളൊന്ന് കണ്ടാ മതി. എനിക്ക് ഇങ്ങനെ ഒരു പെണ്ണ് വേണം. കണ്ടോ പറയണ കേട്ടോ സിറ്റിയിൽ ആർപ്പി ഇല്ലെന്ന് ആരാടാ പറഞ്ഞത്? അല്ലേ സിറ്റിയിൽ ആർപ്പി ഇല്ലെന്ന് ആരാടാ പറഞ്ഞത്? കാണിച്ചൊരു ആർപ്പിന്ന്. എന്തുവായാലും ഇത് എങ്ങനെയാടാ നിസ്സാര കാര്യമൊന്നും ഇങ്ങനെയുള്ളവരൊക്കെയാണ് നമുക്ക്. താങ്ക് യു. നല്ലൊരു ടീച്ചറുണ്ട് ആട്ട കൊച്ചിന്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ കളിക്കുന്ന ആർപ്പിയാണെന്ന് ഞാൻ ആലോചിക്കും. നമ്മളിപ്പം ഒറ്റയടിക്കല്ല നമുക്ക് കിട്ടണമെന്നില്ല. നമുക്കും ഒരു ഇത് വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതെ, ഞാനും എന്റെ പെണ്ണ് വരാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. അണ്ണനെ കാത്തിരിക്കുന്നുണ്ട് ഒരു കൊച്ച് സിറ്റിയില്. ഞാൻ ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനും കമ്മിങ് സൂൺ. കഷ്ടപ്പെടണം. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു, നന്നായിട്ട് കഷ്ടപ്പെട്ടു. ബട്ട് അതിന്റെ റിസൾട്ട് എനിക്ക് ഇപ്പോഴായിരിക്കും കിട്ടുന്ന. ഞാൻ ഒരു സത്യം പറയാൻ പോണ്. ഇനിയിപ്പോ അടി കിട്ടിയാലും വേണ്ടിയില്ല, ഞാൻ സത്യം പറയണം. എന്റെ പൊന്നും ക്യൂട്ടി പേ മോളെ, റിയൽ ലൈഫിലും എനിക്ക് സമാധാനം കിട്ടിട്ടില്ല. കുറച്ച് ദൂരം സന്തോഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിറ്റിയിലൊക്കെ കയറുന്നത്. മനസ്സിലായോ? ഞാനിവിടെ എങ്കിലും കുറച്ച് സന്തോഷവും കെയറിങ്ങും ഒക്കെ ഞാൻ അനുഭവിച്ചോട്ടെ. എന്നെ വെറുതെ വിടൂ പ്ലീസ്. റിക്വസ്റ്റ് ചെയ്തു പ്ലീസ്, വെറുതെ വിടൂ. വോട്ടറെ മേടിക്കൂലല്ലോ, കൊന്നാലും ഞാൻ വോട്ടർ മേടിക്കൂലല്ലോ. അല്ല പിന്നെ അന്തസണ്ണ ന്യൂ കോൾ, പുതിയ കോൾ വന്നാ? അല്ല ഞാൻ വിളിക്കുന്ന ഇയാളല്ലേ വിളിക്കാൻ പറഞ്ഞത്? അടിയും കൊള്ളും കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക് എന്ന് പറയുമ്പം ഞാൻ വിളിക്കുമെന്ന് പറയും. അല്ല സാറേ, ഉത്തർപ്രദേശിലെ കാര്യം ചോദിക്കാനാണ്. ഉത്തർപ്രദേശിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത്? ഹലോ, ഉത്തർപ്രദേശിൽ എന്താ ചെയ്യണ്ടോ ഇവരെ? ഹലോ, ഉത്തർപ്രദേശിലാണെങ്കിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അപ്പൊ സാറിനൊന്ന് ഇടപെട്ടൂടെ? പാവങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എവിടെ വീട്? ഞാൻ മണിപ്പൂരിൽ നിന്നാണ്. മണിപ്പൂർ? ഓ, മണിപ്പൂരിലാണോ ഇയാള് ഉള്ളത്? ഓ, ഇയാളെ പേരെന്താ? എന്റെ പേര് ഭഗത് സിംഗ്. ഭഗത് സിംഗോ? ഓ. നാട്ടിലെവിടെ? അയ്യോ, ഞാൻ ഈ സ്ഥലം അറിയില്ല സാറേ. ഞാൻ അവിടെ നിന്ന് പോയിട്ടില്ല. നാട്ടിലെവിടെ? കേരളത്തിലെവിടെയാണെന്ന്? ഈ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് എനിക്ക് അറിയത്തില്ല. ചില്ലറ കഴിയാണോ? നിന്റെ അച്ഛനെ അറിയാവോ? അതാരാ? നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ? നാട്ടിലെവിടെ? കേരളത്തിലെവിടെയാണെന്ന്? ഈ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് എനിക്ക് അറിയത്തില്ല. നിനക്ക് നിന്റെ അച്ഛനെ അറിയാവോ? അതാരാ? നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ? പിന്നെങ്ങനെയാ നീ കേരളം അറിയുന്നത്? നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവോ? ഫാദർ. കോൺ സാ ഫാദർ? ഓടാ. പറഞ്ഞു. ഇവനൊക്കെ ധൈര്യം നോക്കടാ. ഇവന്മാരല്ല ബൂത്തിന്നായിരിക്കും വിളിക്കണേ. പിന്നല്ലേ? എന്നാലും CCTV അതൊക്കെ ഉണ്ടാവൂലടാ. ഇവരെ ഒന്ന് വെറുതെ വിടരുത്. ഇവരെയൊക്കെ പിടിച്ച് അടിക്കണം. ഇവരെയൊക്കെ പിടിച്ച് ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെയാണോടാ വർത്താനം പറയണേ? സുഖമല്ലേ കിട്ടണേ? ഇത് ഒറിജിനൽ ആണോ ശരിക്കും ഗൈസ്? അതൊരു MLA സത്യല്ലേ? ഇവന്മാർക്കൊക്കെ എന്തൊരു ധൈര്യമായിരിക്കും ഒരു MLA വിളിച്ചിട്ട് ഇമ്മാരി വർത്താനം പറയണമെങ്കില്.
ഹായ് ഗൈസ്, ഇതാണ് ഓലയുടെ ഏറ്റവും പുതിയ ഡയമണ്ട് ഹെഡ് ഇലക്ട്രിക് സൂപ്പർ ബൈക്ക്. സത്യല്ലേ ഇവിടുന്ന് കണ്ടപ്പോ ഒരു ഹായ് ഗൈസ്, ഇതാണ് ഓലയുടെ ഏറ്റവും പുതിയ ഡയമണ്ട് ഹെഡ് ഇലക്ട്രിക് സൂപ്പർ ബൈക്ക്. 2023 ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ അവർ ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് പ്രൊഡക്ഷൻ റെഡിക്ക് മുമ്പുള്ള വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു കോൺസെപ്റ്റ് മോട്ടോർ സൈക്കിളാണിത്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്യുന്നത് 2027 ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 ലക്ഷത്തിലായിരിക്കും. അപ്പൊ അത് ഓൾറെഡി ഓല ഇന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കും. 5 ലാഖിന് എവിടെ പോവാ നമ്മള്? 5 ലക്ഷം രൂപ വണ്ടിയോ? 5 ലക്ഷം ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. 0 to 100 എത്താൻ ജസ്റ്റ് 2 seconds മാത്രം മതി. ഒരു ഡുകാറ്റി പനിഗാലി എന്റെ അമ്മ 0 to 100 2 സെക്കൻഡോ? 2 സെക്കൻഡ് അളിയാ മരിച്ചു. കേറി. അങ്ങനെ നമ്മള് സ്വർഗത്തിലും പോവാം. സ്പീഡാണ്. ആക്സിലറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഭീകര പവർ ഡെലിവറി ആയിരിക്കും. ആക്റ്റീവ് ആയിട്ടുള്ള എയറോഡൈനാമിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഹബ് സെന്റർഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതായത് ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ സെറ്റപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഇറങ്ങുന്നത്. എഡാസ് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് വിത്ത് ആക്റ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ടാണ്. അതുപോലെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും ആക്റ്റീവ് എർഗണോമിക്സും അഡാപ്റ്റീവ് സസ്പെൻഷൻ സെറ്റപ്പും അൾട്രാ ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ ഇതിന് ഒരു ഫീച്ചേഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുമായിട്ടാണ് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഹെഡ്ലൈറ്റ് ആടാ ഇത്? ഹെഡ്ലൈറ്റ് ഇല്ലെന്ന്. ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിമിംഗലം ഒരു കുതിരയെ പോലെ ആയ പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കാണാനേ പറ്റത്തില്ല. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് വീഡിയോയിലും ഫോട്ടോയിലും കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാനായിട്ട് വളരെ അട്രാക്റ്റീവ് ആണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. 10 ലക്ഷം രൂപയുടെ സീനാന്റെ അടുത്ത ആളാ പറയണേന്നോ? ബ്രോ ഞാൻ അങ്ങനെയല്ല പറയണേ. ഓല പോലത്തെ ഒരു കമ്പനിയുടെ പെട്ടെന്ന് ഇത്രയും വലിയൊരു റേഞ്ചിലുള്ള ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. 0 to 100 in 2 seconds എന്ന് പറഞ്ഞാൽ അത് എന്താ? റോഡ് ലീഗൽ ആണോ? എനിക്കറിഞ്ഞൂടാ. പിന്നെ റോഡ് ലീഗൽ അല്ലാത്ത സാധനം എങ്ങനെ വെക്കും? എടാ പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എനിക്കൊട്ടും വയ്യടി ബേബി, മേലാകേതന ഇടക്കിടക്ക് വിളിച്ചുടേ നീ എന്ത് സാധന ബേബി, നീയാണ് ജോഡി, നീയില്ലെങ്കിൽ പേടി. ഹേ ബേബി, ഈ തക്കുടൂനെ തനിച്ചാക്കി പോയക്കല്ലടി ബേബി, നീയില്ല ജീവിതം കന്യാ ബേബി, നീയില്ല ജീവിതം കാറ്റത്തലയും പഞ്ഞാ. എന്നിട്ട് ലാസ്റ്റ് എക്സ്പ്രഷൻ കണ്ടായിരുന്നോ? സത്യം നാക്ക് വെച്ചെന്തര കാണിച്ചു. എന്നിട്ട് ഇപ്പൊ കാണിക്കുന്ന കാണണം. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെ അഭിനയം. ഇതൊക്കെ എക്സിസ്റ്റൻസിന് വേണ്ടി ചെയ്തു പോയ കാര്യങ്ങളല്ലേ? ഇപ്പൊ എന്താ എക്സിസ്റ്റൻസ് വേണ്ടേ? ഇപ്പൊ ന്യൂസെൻസ് ആയോ എക്സിസ്റ്റൻസ് ഒക്കെ? എനിക്കിപ്പോ അത് പറ്റണില്ല. രാത്രി വാച്ച് നല്ല ഇടി ഇടിക്കുന്നുണ്ടല്ലേ? അതല്ല, അതുകൊണ്ടൊന്നും അല്ല. ഞാൻ പറയാം നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിലായി വളയ്ക്കുന്നത് വരെ, വളച്ച് നമ്മുടെ റിലേഷൻഷിപ്പ് സെറ്റായി അല്ലെ കല്യാണമൊക്കെ നടക്കുന്നത് വരെ നമ്മൾ ഒരു ദിവസം 14 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ വിളിക്കും, ഫോണിൽ സംസാരിക്കും, എഫേർട്ട് ഇടും, കാണാൻ പോവും. ഇതൊക്കെ എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളതാണ്, മനസ്സിലായ? കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ സെറ്റ് ആയതിനു ശേഷം അതൊക്കെ അങ്ങ് കുറയും, മനസ്സിലായ? കുറയും. കുറയുന്നതിൽ തെറ്റില്ല, പക്ഷെ ഇല്ലാണ്ടാവരുത്. അതുപോലത്തെ ഒരു സാധനമാണ് ഇത്, മനസ്സിലായ? അന്ന് ഞാൻ ഇവിടെ വളയ്ക്കാൻ വേണ്ടി നടക്കുമായിരുന്നു, മനസ്സിലായ? വളച്ച് സെറ്റാക്കി ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴല്ലേ പന്നിപ്പുണ്ടേ പന്നിത്തോട്ടവും ഇതെല്ലാം പിന്നെയാണ് വരുന്നത്, മനസ്സിലായ? അത് വന്നു കഴിഞ്ഞാണ് ഞാനിങ്ങനെ മാറിപ്പോയത്. എന്തിനു ചെയ്യാൻ പറ്റും? പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ അത് പറഞ്ഞപ്പോഴാ നിന്റെ കോഴിക്കടക്ക് എന്തായി? കുപ്പി ഇത് എടുത്ത് വെക്കണം. മൺഡേ ലീവ് എടുത്ത് 9 ദിവസം അവധി. വീട് കാണാൻ വീട്, പിന്നെ കഞ്ഞി, അസ്ത്രം, അന്തസ്. ഇതെന്താ? കുപ്പി നേരത്തെ എടുത്ത് വെക്കണം. മൺഡേ കൂടെ ലീവ് എടുത്ത്. ഇതെന്താ നോട്ട് പാഡാ? സെപ്റ്റംബർ 30 പൂജവെപ്പ് ചൊവ്വ, ഒക്ടോബർ 1 പൂജവെപ്പ് ബുധൻ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വെള്ളിയാഴ്ച, ഒക്ടോബർ 3 28 വെള്ളി.
എടാ ഇത് ബാക്കിയുള്ളവർക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നണില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. എനിക്കിതൊരു വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നണില്ല. അത് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. ഒരു സെക്കൻഡ്, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുമായിരിക്കും. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇടാം. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ കാണാം. എന്തൊക്കെയാണോ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഓക്കെ, എടുത്ത് ഇതാക്കി വെച്ചോ കേട്ടോ. ഈ ആഡൊക്കെ ഓർമ്മയുണ്ടോ? ട്രെയിനും ലോറിയും പഴപൊരിയായി തിന്നിതാ, കൂട്ട തെറ്റിപ്പോയൊരു പെണ്ണിനെ പിടികൂടിതാ. ഇപ്പൊ കണ്ടോ, ഇവൻ ഗമ്മോൺ സ്വീങ്കം മാത്രമേ കഴിക്കൂ. ആട്ടം ആടിയാൻ ഡിസ്കോ സ്റ്റെപ്പും ഇട്ടു ഞാൻ. 60s കാലം മുതൽ ഈ സമയം വരെയുണ്ടാ. കമോണിന്റെ ടേസ്റ്റടാ, ലോങ് ലാസ്റ്റിംഗ് ടേസ്റ്റടാ. കമോൺ ആട്ടം പോരെയോ, ഇനിയും ഇനിയും വേണ്ടയോ? കമോൺ പുതിയ ഗമോൺ സ്വീങ്കം, ഇതിന്റെ ഫ്ലേവർ ലോങ് ലാസ്റ്റിംഗ്. കമോൺ അത് ഒരു കിലോ ആപ്പിൾ ബാക്കി താൻ വെച്ചു. ഇത് 70 രൂപയുണ്ട്, ബാക്കി വെച്ചോ. 80 രൂപ ബാക്കി വെച്ചോ. 1 കിലോ ആപ്പിൾ 80 രൂപ. ഒരു തരം 2 തരം 100 രൂപ. ഒരു ആപ്പിൾ 100 രൂപ. 100 രൂപ. ഒരു തരം 2 തരം 150 രൂപ. 150 രൂപ. ഒരു തരം 2 തരം 200 രൂപ. 1 കിലോ ആപ്പിൾ 200 രൂപ. ഒരു തരം 2 തരം 1000 രൂപ. 1 കിലോ ആപ്പിളിന് 1000 രൂപ. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, 1 കിലോ പെട്രോളിന് 1000 രൂപ. ആപ്പിൾ 1000 രൂപ. ഒരു തരം 2 തരം 2000 രൂപ. ഈ കടക്ക് എന്ത് വിലയാ വരിക? ഈ കടക്ക് എന്ത് വില വരുമെന്ന് എന്ത് സാധനമല്ലേ?